ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ 50% വെട്ടിക്കുറച്ച സർക്കാർ നിലപാടിനെതിരെ സമരം പ്രഖ്യാപിച്ചതിൻ്റെ ഫലമായിട്ട്, സമരം നടത്തിയതിൻ്റെ ഫലമായിട്ട് വെട്ടിക്കുറച്ച സ്കോളർഷിപ്പുകൾ സർക്കാർ ഇന്ന് പുതിയ ഉത്തരവിലൂടെ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. പുതിയ ഉത്തരവ് ഇറങ്ങിയതോടെ സർക്കാർ നേരത്തെ പറഞ്ഞ കള്ളങ്ങൾ കൂടിയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ പുറത്തു വരുന്നത്. നേരത്തെ സർക്കാർ സമരവുമായിട്ട് SIO അടക്കമുള്ള സംഘടനകൾ മുന്നോട്ട് വന്നപ്പോൾ സർക്കാർ പറഞ്ഞത് അത്തരത്തിൽ സ്കോളർഷിപ്പുകളെ ബാധിക്കുന്ന ഒരു തീരുമാനവും സർക്കാർ എടുത്തിട്ടില്ല എന്നാണ്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നടപടിയെടുക്കുന്ന സർക്കാരാണ് പിണറായി സർക്കാർ എല്ലാമെന്നാണ് സർക്കാർ നേരത്തെ അവകാശവാദം ഉന്നയിച്ചിരുന്നത്. ഇതായിരുന്നു മന്ത്രി അബ്ദുറഹ്മാനും അതുപോലെ തന്നെ ബാലഗോപാലും ഒക്കെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ വസ്തുതകളും കണക്കുകളും വെച്ച് SIO നടത്തിയ സമരങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ വെട്ടിക്കുറച്ച ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഇത് വിദ്യാർത്ഥി സമരങ്ങളുടെ വിജയമാണ്. എന്നാൽ ഒരു കാര്യം കൂടി SIO ഈ സമരരംഗത്ത് ഉന്നയിച്ചത് വീണ്ടും തീർപ്പാകാതെ ബാക്കിയുണ്ട് എന്ന കാര്യം കൂടി SIO സർക്കാരിന് മുന്നിൽ വെക്കുകയാണ്. ഇതുവരെയും കഴിഞ്ഞ ദിവസം സർക്കാർ നിയമസഭയിൽ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞ മറുപടിയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്, 73 കോടി രൂപ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന് വേണ്ടി ബജറ്റിൽ വകയിരുത്തിയതിൻ്റെ വളരെ തുച്ഛമായ തുകയാണ് ഇതുവരെയും സർക്കാർ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാറായിട്ടും ഈ അധ്യയന വർഷം അവസാനിക്കാറായിട്ടും ഇതുവരെയും ചെലവഴിച്ചിട്ടുള്ളത്. ആ തുകകൾ കൃത്യമായി ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി കൈക്കൊള്ളുവാൻ വേണ്ടി ന്യൂനപക്ഷ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥത അവസാനിപ്പിച്ചുകൊണ്ട് ആ തുകകൾ കൃത്യമായി അവകാശികളായ വിദ്യാർത്ഥികൾ, മന്ത്രിയുടെ തന്നെ വാക്കുകളിൽ 8 ലക്ഷം വിദ്യാർത്ഥികൾ അപേക്ഷകരായിട്ട് കാത്തു നിൽക്കുമ്പോൾ വളരെ തുച്ഛമായ തുക ചെലവഴിച്ച് യാതൊരു പണിയും എടുക്കാതെ കെടുകാര്യസ്ഥതയോടെയാണ് വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. SIOവിന് ഒരു ആവശ്യം അംഗീകരിച്ച ഈ ഘട്ടത്തിൽ രണ്ടാമത് SIO ഈ സമരത്തിലൂടെ മുന്നോട്ട് വെച്ച ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കാര്യക്ഷമമായി നൽകുക എന്നതിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അല്ലാത്തപക്ഷം ഈ സമരങ്ങളുടെ തുടർച്ച SIO മുന്നോട്ട് കൊണ്ടുപോകും എന്നുകൂടിയിട്ട് സർക്കാരിന് മുന്നിൽ പറഞ്ഞു വെക്കുകയാണ്.